ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പർപ്പിൾ പ്ലാറ്റേഴ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ട്രഡീഷണൽ റെസിപ്പിയായ ചുർമ ലഡ്ഡു. ഈ ലഡ്ഡു നമ്മൾ ഗോതമ്പ് പൊടിയും ശർക്കരയും വെച്ചാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇത് ഭയങ്കര ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ വീട്ടിലുള്ള സാമഗ്രികൾ വെച്ചാണ് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് 2 കപ്പ് ഗോതമ്പ് പൊടി. ഈ ലഡ്ഡു ഉണ്ടാക്കാൻ നമ്മൾ പാക്കറ്റിൽ കിട്ടുന്ന ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അതിനേക്കാളും നല്ലത് നമ്മൾ ഈ പൊടിച്ചെടുക്കുന്ന ഗോതമ്പ് ഉണ്ടല്ലോ, തരി ഉള്ളത്, അതാണ് കൂടുതൽ നല്ലത്. പിന്നെ വേണ്ടത് 1 കപ്പ് ശർക്കര, ഏത് കളർ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ലൈറ്റ് കളർ ഉണ്ടെങ്കിൽ ലൈറ്റ് കളർ ആയാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് 1/4 കപ്പ് കടലമാവ്, ഇത് ഓപ്ഷണലാണ്. പിന്നെ വേണ്ടത് 1/4 കപ്പ് റവ. നമ്മളിവിടെ പാക്കറ്റിൽ കിട്ടുന്ന ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്യണമെങ്കിൽ റവ മസ്റ്റാണ്, എന്തായാലും വേണം. പിന്നെ വേണ്ടത് 1/2 കപ്പ് നെയ്യ്, 1 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1 ചെറിയ ജാതിക്ക. പിന്നെ നമുക്ക് വേണ്ടത് ഖസ്ഖസ്. ഇത് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് റവയും 1/4 കപ്പ് കടലമാവും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് നെയ്യിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് തിരുമ്മിയിട്ട് ഈ നെയ്യ് നമ്മളുടെ പൊടികളിലൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്യണം. എന്നിട്ട് ഇന്ന് കയ്യിൽ ഇങ്ങനെ അമർത്തി നോക്കുമ്പോണ്ടല്ലോ ഇത് ബൈൻഡ് ആവണം. ബൈൻഡ് ആയിട്ടില്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് പിന്നെ ഒന്ന് നന്നായിട്ട് കുഴച്ചിട്ട് ബൈൻഡ് ആവുണ്ടോ എന്ന് നോക്കാം. കണ്ട, അതിപ്പോൾ അത് ഷേപ്പ് ഹോൾഡ് ചെയ്തില്ലേ, ഇനി അത് നിൽക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് മാവ് പരുവത്തിൽ കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ പോലെ സോഫ്റ്റ് ആവരുത്, ഇതിന് കുറച്ച് കട്ടി ഉണ്ടാവണം, നല്ല സ്റ്റിഫായിരിക്കണം. ഇതേ കണ്ട, ഇതുപോലെ. ഇനി ഇതിന്ന് ചെറിയ പോർഷൻ എടുത്തിട്ട് ഇങ്ങനെ കൈൻ്റെ ഇടയ്ക്ക് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഷേപ്പ് ആക്കണം. ഇതിന് പറയുന്നതിന് മുഠിയാണ്. ഇത് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ. ഈ മുഠി ആക്കണ കാരണം നമ്മൾ ഈ വിരലിങ്ങനെ പ്രസ് ചെയ്യുമ്പോണ്ടല്ലോ, ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഉള്ളിൽ വരെ വെന്ത് കിട്ടും നന്നായിട്ട്, അതിന് വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, ഈ മുഠിയിൽ എല്ലാ മുഠിയിലും ഒരു കുഴി പോലെ ഫോം ആയില്ലേ, അപ്പോൾ ഇത് ഉള്ളിലും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. ഇനി ഇതിനെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഒരു പാനിൽ നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ മുഠിയകൾ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയമിൽ ഇട്ട് വറുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ പുറത്ത് ഡാർക്ക് ബ്രൗൺ ആവും, ഉള്ളിൽ വേവാണ്ടും ഇരിക്കും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇത് കുഴച്ചെടുക്കുമ്പോൾ നല്ല സ്റ്റിഫായിട്ട് കുഴക്കണമെന്ന്. സ്റ്റിഫായിട്ട് കുഴച്ചില്ലെങ്കിൽ എന്താ പറ്റുക വെച്ചാൽ നമ്മളിത് എണ്ണയിൽ ഇടുമ്പോൾ ഇത് പൊടിഞ്ഞു പോകും. പിന്നെ ഇത് എണ്ണയിലിട്ട് ഉടനെ തന്നെ നിങ്ങൾ ഇളക്കരുത് കേട്ടോ. ഒന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോൾ മാത്രം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് എല്ലാ സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ വറുത്തെടുക്കുക. അതേ ഇതുപോലെ. ഇപ്പം ഞാനിത് 2 ബാച്ചായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ തണുപ്പിക്കാൻ വെക്കാം. ഇത് നന്നായി തണുത്ത് കഴിയുമ്പോൾ നമുക്കിതിനെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്ത് മിക്സിയിലെ ജാറിലിട്ട് നമുക്ക് പൾസ് ചെയ്ത് ഇതിനെ പൗഡറാക്കി എടുക്കാം. പൗഡറാക്കിയതിന് ശേഷം നമുക്ക് അതിനൊന്ന് അരിച്ചെടുക്കാം. അരിച്ച് കഴിയുമ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങൾ ബാക്കി വരികയാണെങ്കിൽ അത് നമുക്ക് വീണ്ടും പൾസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എല്ലാ മുട്ടിയും പൊടിച്ച് പൗഡറാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ മധുരം വരുത്തണ്ടേ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ശർക്കരയുടെ പണി നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ട് ഉരുക്കിയെടുക്കാം. പിന്നെ ഈ ശർക്കര ഉരുകാൻ കുറേ സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത പ്രോസസ്സിൽ ഡൗട്ടൊന്നുമില്ലല്ലോ, എളുപ്പമല്ലായിരുന്നേ. മാവ് കുഴയ്ക്കുക, വറക്കുക, പൊടിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ, ഞാൻ അപ്പം തന്നെ ഉത്തരം തരാം. അപ്പോൾ ഇതാ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ പൗഡറിലേക്ക് ഇതിനെ ഒഴിച്ചു കൊടുക്കാം. ഇതിനിപ്പോൾ കൈ കൊണ്ട് തുടരുത് കേട്ടോ, നല്ല ചൂടുണ്ടാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിനൊരു സ്പൂണോ കയ്യിലോ വെച്ച് തന്നെ നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളുടെ ജാതിക്ക ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ജാതിക്കപ്പൊടി ഉണ്ടെങ്കിൽ എന്തായാലും മതി കേട്ടോ. ഈ ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഈ ചെറിയ ഗ്രേറ്റർ ഒടിഞ്ഞു പോയി, ഞാൻ കാണിച്ചു തരാം കേട്ടോ ലാസ്റ്റിൽ. ഇതിപ്പോൾ ശർക്കരയുടെ ചൂടൊക്കെ മാറിയിട്ടോ. ഇനി നമുക്കിതിനെ കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. ഇപ്പോൾ ഈ 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 കപ്പ് ശർക്കര എനിക്ക് പെർഫെക്റ്റാണ്. പക്ഷേ നിങ്ങൾക്ക് മധുരം കൂടുതലാണ് ഇഷ്ടമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ശർക്കര എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇത് ശർക്കര നന്നായിട്ട് ഈ പൗഡറിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബൈൻഡിങ് ഒന്ന് നോക്കുക. ഈ മിക്സ്ചർ ഇപ്പോഴും കുറച്ച് ഡ്രൈ ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ബാക്കിയുള്ള നെയ്യും കൂടി ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇതിന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് അത് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് ഇനി ലഡ്ഡു ഉണ്ടാക്കാം. അപ്പോൾ ഈ ലഡ്ഡു ഉരുട്ടുന്ന സമയത്തുണ്ടല്ലോ, ഇതിന് 2 കൈൻ്റെ ഇടയ്ക്ക് വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് ടൈറ്റായിട്ട് ഉരുട്ടണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും. എന്നിട്ട് ലഡ്ഡുവിനെ നമുക്ക് നമ്മളുടെ ഖസ്ഖസിൽ റോൾ ചെയ്തെടുക്കാം. ഖസ്ഖസിനെ പോപ്പി സീഡ്സിനും പറയും കേട്ടോ. അപ്പോൾ ഇതെല്ലാ ലഡ്ഡും ഇവിടെ റോൾ ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടി വെച്ച് ഞാനിവിടെ 12 ലഡ്ഡു ഉണ്ടാക്കി. പക്ഷേ നിങ്ങളിപ്പോൾ ഇത് എണ്ണി നോക്കിയാൽ ഒരു 11 എണ്ണ കാണല്ലോ. എന്താ വെച്ചാൽ ടേസ്റ്റ് നോക്കാൻ ഞാൻ ഒരെണ്ണം അടിച്ച് മാറ്റി. അപ്പോൾ അതാ നമ്മളുടെ ടേസ്റ്റിയായ ഗോതമ്പ് പൊടിയും ശർക്കരയും കൊണ്ട് ഉണ്ടാക്കിയ ചൂർമ ലഡ്ഡു ഇവിടെ റെഡി. ഇനി നമ്മൾ ഗ്രേറ്റർ എങ്ങനെ പൊട്ടിയെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. ജാതിക്ക ഗ്രേറ്റ് ചെയ്തതാണ്, കുറച്ച് ഫോഴ്സ് കൂടി പോയെന്ന് തോന്നുന്നു, പൊട്ടിപ്പോയി.
സാറില്ല. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതുവരേക്ക് ടേക്ക് കെയർ. ബൈ. താങ്ക് യു.